ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന മോഹൻദാസ് താങ്കൾ ഇപ്പൊ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് RSS. നോക്കൂ ടി ജി മോഹൻദാസ്, ഒറ്റ ചോദ്യമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ. എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സംഘടനയിൽ? ഞങ്ങളുടെ സംഘടനയിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് തന്നെ എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന്? എന്ന് വിദേശ രാജ്യങ്ങളടക്കം വിദേശ രാജ്യങ്ങളിൽ ആരോ എന്തോ പറയുന്നുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുകയാണ്. നോക്ക് ടി ജി മോഹൻദാസ്, RSSന്റെ അംഗത്വം എങ്ങനെയാണ് എടുക്കുന്നത്? RSSൽ എത്ര അംഗങ്ങളുണ്ട്? ഒന്നും വിഷയമല്ല. ലോകത്തിൽ ഇന്ന് നാഷണൽ വോളണ്ടിയർ കോർ എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന RSS ആണ് ഏറ്റവും വലിയ സന്നദ്ധ സംഘടന. അംഗങ്ങളുടെ ശേഷിയിലാണെങ്കിലും എത്ര ശേഷി? എണ്ണം അപ്രസക്തമാണ്. ഞാനിപ്പോ 10 കോടി എന്ന് പറയുന്നു. എന്ത് ചെയ്യുന്നു? അല്ല, 10 കോടി ഒരു കണക്ക് കാണിച്ചു തരണം. RSS പ്രവർത്തിക്കുന്നത് പോലും അർദ്ധസൈനിക സംഘടനയായിട്ടാണ്, പലപ്പോഴും രഹസ്യമായിട്ടാണ്. നിങ്ങൾ പലതും ചെയ്യുന്നു. പക്ഷേ RSSന്റെ പ്രവർത്തനം എവിടെയാണ്? എത്ര പേരുണ്ട്? എങ്ങനെയാണ് RSSലെ അംഗത്വം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള ബാധ്യത ഏറ്റവും വലിയ സംഘടനയാണ് RSS എന്ന് പറയുന്ന ടി ജി മോഹൻദാസ് താങ്കൾക്കില്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ്. എങ്ങനെ? അത് എങ്ങനെയാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് മോഹൻദാസ്. ചാനലിൽ വന്നിരുന്നു കൊണ്ട് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് RSS എന്ന് പറയുന്ന താങ്കൾ അത് ഏത് രീതിയിലാണ് വലിയ സംഘടന എന്നും കൂടി ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം താങ്കളുടെയാണ്. അതിനെ കഴിയില്ലെങ്കിൽ വായ മൂടിയിട്ട് അവിടെ ഇരുന്നോളണം. ഇമാതിരി ചൊരപ്പിന് ഇറങ്ങാൻ നിൽക്കരുത് മോഹൻദാസ്. പക്ഷെ അതല്ല പ്രശ്നം. അദ്ദേഹത്തിന്റെ പ്രായത്തിൽ അയാൾക്ക് വന്ന ഒരു അക്ഷരപ്രസകാണ് അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ തന്നെ അയാൾക്ക് സംസാരിക്കുമ്പോൾ ഒരു വിറയലുണ്ട്. അതേപോലെ എണീറ്റ് നിൽക്കാനുള്ള ആരോഗ്യമില്ല. സത്യത്തിൽ ഇയാൾ പറയാൻ ഉദ്ദേശിച്ചതല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് RSS എന്ന് പറയാനാണ് അയാൾ ഉദ്ദേശിച്ചത്. പക്ഷെ അയാളുടെ നാവ് കുഴഞ്ഞു പോയത് കൊണ്ട് അയാൾക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞുള്ളൂ. അല്ല മോഹൻദാസ്, അതാണ് സത്യം. മോഹൻദാസിന്റെ ജീവിതത്തിൽ ഇനിയും ഷൂനക്കി ജീവിക്കാനുള്ള ആയുസ് ബാക്കി കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം എന്ന് പറയാം.